ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 29-ാമത്തെ അധ്യായം. അതിൽ 67-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥൈകോനത്രിംശോऽധ്യായഃ. പ്രാചീനബർഹിർവാച ഭഗവംസ്തേ വചോസ്മാഭിർ ന സമ്യഗവഗമ്യത്തെ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഃ. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാദ്യവ്യനഗ്ധ്യാത്മനഃ പുരം ഏകദ്വിത്രിചതുഷ്പാദം ബഹുപാദമപാദകം. യോ വിജ്ഞാതാഹൃതസ്തസ്യ പുരുഷസ്യ സഖേശ്വരഃ യന്ന വിജ്ഞായതേ പുംഭിർനാമഭിർവാ ക്രിയാഗുണൈഃ. ബുദ്ധിം തു പ്രമദാം വിദ്യാൻ മമാഹമിതി യൽകൃതം യാമധിഷ്ഠായ ദേഹേസ്മിൻ പുമാൻ ഭുങ്ക്തേക്ഷഭിർഗുണാൻ. സഖായ ഇന്ദ്രിയഗണാ ജ്ഞാനം കർമ്മ ച യൽകൃതം. സഖ്യസ്തദ്വൃത്തയഃ പ്രാണഃ പഞ്ചവൃത്തിർ യഥോരഗഃ. ബൃഹദ്ബലം മനോവിദ്യാദുഭയേന്ദ്രിയനായകം. പഞ്ചാലാ പഞ്ചവിഷയാ യന്മധ്യേ നവഖം പുരം. അക്ഷിണീനാസികേ കർണൗ മുഖം ശിശ്നഗുദാവിതി ദ്വേ ദ്വേ ദ്വാരൗ ബഹിര്യാതി യസ്തദിന്ദ്രിയസംയുതഃ. അക്ഷിണീനാസികേ ആസ്യമിതി പഞ്ചപുരകൃതാ. ദക്ഷിണാ ദക്ഷിണകർണ ഉത്തരാ ചോത്തര സ്മൃതഃ. പശ്ചിമേ ഇത്യഥോദ്വാരൗ ഗുദം ശിശ്നമിഹോച്യത്തെ. ഖദ്യോദാവിർമുഖീ ചാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ. രൂപം വിഭ്രാജിതം താഭ്യാം വിചഷ്ടേ ചക്ഷുഷേശ്വരഃ. നളിനീ നാളിനീ നാസേ ഗന്ധ സൗരഭ ഉച്യത്തെ. ഘ്രാണോവധൂതോ മുഖ്യാസ്യം വിപണോ വാഗ്രസദ്വിദ്രസഃ. ആപണോ വ്യവഹാരോത്ര ചിത്രമന്ധോ ബഹൂദനം. പിതൃഹുർദക്ഷിണകർണ ഉത്തരോ ദേവഹൂ സ്മൃതഃ. പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാല സപ്നിദം. പിതൃയാനം ദേവയാനം ശ്രോത്രാത് ശ്രുതിധരാദ് വ്രജേത്. ആസുരീമേഢ്രമർവാഗ്വ്യാവ്യവായോ ഗ്രാമിണാം രതിം. ഉപസ്ഥോ ദുർമദ പ്രോക്തോ നിർത്തിർഗുദ ഉച്യത്തെ. വൈശസം നരകം പായുർ ലുബ്ധഗോന്ധൗ തുമേ ശൃണു. ഹസ്തപാദൗ പുമാംസ്താഭ്യാം യുക്തോ യാതി കരോതി ച. അന്തഃപുരം ച ഹൃദയം വിഷൂചിർമന ഉച്യത്തെ. തത്ര മോഹം പ്രസാദം വാ ഹർഷം പ്രാപ്നോതി തൽഗുണൈഃ. യഥാ യഥാ വിക്രിയത്തെ ഗുണാക്തോ വികരോതി വാ തഥാ തഥോപദ്രഷ്ടാത്മാ തദ്വൃത്തിരനുകാര്യത്തെ. ദേഹോ രഥസ്ത്വിന്ദ്രിയാശ്വ സംവത്സരരയോ ഗതിം. ദ്വികർമ്മചക്രസ്ത്രിഗുണധ്വജ പഞ്ചാസു ബന്ധുരഃ. മനോരശ്മിർബുദ്ധിസൂതോ ഹൃന്നീഡോ ദ്വന്ദ്വകൂപരഃ. പഞ്ചേന്ദ്രിയാർത്ഥപ്രക്ഷേപ സപ്തധാതുവരൂഥകഃ. ആകൂതിർവിക്രമോ ബാഹ്വ്യോ മൃഗതൃഷ്ണാം പ്രധാവതി. ഏകാദശേന്ദ്രിയചമൂഃ പഞ്ചസൂനാ വിനോദകൃത്. സംവത്സരശ്ചണ്ഡവേഗകാലോ യേനോപലക്ഷിതഃ. തസ്യാഹാനീഹ ഗന്ധർവാ ഗന്ധർവ്യോ രാത്രയഃ സ്മൃതാഃ. ഹരന്ത്യായുഃപരിക്രാന്ത്യ ഷഷ്ട്യുത്തരശതത്രയം. കാലകന്യാജരാ സാക്ഷാൽ ലോകസ്താം നാഭിനന്ദതി. സ്വസ്വാരം ജഗൃഹേ മൃത്യു ക്ഷയായ യവനേശ്വരഃ. ആധയോ വ്യാധയസ്തസ്യ സൈനികായവനാശ്ചരാः. ഭൂതോപസർഗാശുരയഃ പ്രജ്വാരോ ദ്വിധോ ജ്വരഃ. ഏവം ബഹുവിധൈർദുഃഖൈർദൈവഭൂതാത്മസംഭവൈः ക്ലിശ്യമാനഃ ശതം വർഷം ദേഹേ ദേഹീതമോവൃതഃ. പ്രാണേന്ദ്രിയമനോധർമാനാത്മന്യധ്യാസ്യ നിർഗുണഃ. ശേദേ കാമലവാൻ ധ്യായൻ മമാഹമിതി കർമ്മകൃത്. യദാത്മാനമവിജ്ഞായ ഭഗവന്തം പരം ഗുരും. പുരുഷസ്തു വിഷജ്യേത ഗുണേഷു പ്രകൃതേ സ്വദൃക്. ഗുണാഭിമാനീ സതദാ കർമാണി കുരുതേ വശഃ. ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമാഭിജായത്തെ. ശുക്ലാൽ പ്രകാശഭൂയിഷ്ഠാൻ ലോകാനാപ്നോതി കർഹിചിൽ.
ദുഃഖോദർക്കാൻ ക്രിയായാസാം സ്തമ ശോകോത്കടാൻ ക്വചിത്. ക്ഷുൽപരീതോ യഥാദീന സാരമേയോ ഗൃഹം ഗൃഹം ചരം വിന്ദതി യദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാ. തഥാ കാമാശയോ ജീവ ഉച്ചാവജപഥാ ഭ്രമൻ ഉപര്യഥോ വാ മധ്യേ വാ യാതിദിഷ്ടം പ്രിയാ പ്രിയം. ദുഃഖേഷ്വേകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദ സ്യാച്ചേത്തൽ പ്രതിക്രിയ. യഥാ ഹി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സ ആധത്തെ തഥാ സർവാ പ്രതിക്രിയാ. നൈകാന്തത പ്രതീകാര കർമ്മണം കർമ്മ കേവലം ദ്വയം ഹ്യവിദ്യോപസൃതം സ്വപ്നേ സ്വപ്ന ഇവാനഘ. അർത്ഥേ ഹ്യവിദ്യമാനേഭി സംസൃതിർ നിവർത്തതേ മനസാ ലിംഗരൂപേണ സ്വപ്നേ വിചരതോ യഥാ. അധാത്മനോർത്ഥഭൂതസ്യ യതോ അനർത്ഥപരമ്പരാ സംസൃതിസ്ത്വദ്വ്യവച്ഛേദോ ഭക്ത്യാ പരമയാ ഗുരൗ. വാസുദേവേ ഭഗവതി ഭക്തിയോഗസമാഹിതഃ സധ്രീജീനേന വൈരാഗ്യം ജ്ഞാനം ച ജനയിഷ്യതി. സോജിരാദേവരാജശ്രേ സ്യാദച്യുതകഥാശ്രേയ ശൃണ്വത ശ്രദ്ധധാനസ്യ നിത്യതാ സ്യാദധീയതഃ. യത്ര ഭാഗവതാ രാജൻ സാധവോ വിശദാശയാഃ ഭവദ്ഗുണാനുകഥനശ്രവണവ്യഗ്രചേതസഃ. തസ്മിൻ മഹന്മുഖരിതാ മധുഭിച്ചരിത്രപീയൂഷശേഷ സരിതപരിതസ്രവന്തി തായേ പിബന്ത്യവിതൃഷോ നൃപഗാഠകർണൈസ്താന്ന സ്പൃശന്ത്യശനതൃഡ് ഭയശോകമോഹഃ മോഹാഃ. പ്രജാപതിപതിം സാക്ഷാൽ ഭഗവാൻ ഗിരിശോ മനുഃ ദക്ഷാദയ പ്രജാധ്യക്ഷ നൈഷ്ഠികാഃ സനകാദയഃ. മരീചിരത്യങ്കിരസൗ പുലസ്ത്യ പുലഃ ക്രതുഃ ഭൃഗുർവസിഷ്ഠ ഇത്യേതേ മദന്താ ബ്രഹ്മവാദിനഃ. അദ്യാപി വാചസ്പതയസ്തപോ വിദ്യാസമാധിഭിः പശ്യന്തോപി ന പശ്യന്തി പശ്യന്തം പരമേശ്വരം. ശബ്ദബ്രഹ്മണി ദുഷ്പാരേ ചരന്തൗരുവിസ്തരേ മന്ത്രലിംഗൈർവ്യവച്ഛിന്നം ഭജന്തോ ന വിദുഃപരം. യദാ യമനുഗൃഹ്ണാതി ഭഗവാനാത്മഭാവിതഃ സ ജഹാതിമതിം ലോകേ വേദേ ച പരിനിഷ്ഠിതാം. സ്വം ലോകം ന വിദുസ്തേ വൈ യത്ര ദേവോ ജനാർദ്ദനഃ ആഹുർധൂമ്രധിയോ വേദം സകർമ്മകമതദ്വിദഃ. ആസ്തീര്യദർഭൈഃ പ്രാഗഗ്രൈഃ കാസ്നേന ക്ഷിതിമണ്ഡലം സ്തബ്ധോ ബൃഹദ്വഥാന്മാനി കർമ്മണാ വൈഷിയത്പരം. തൽകർമ്മ ഹരിതോഷം യത് സാ വിദ്യാ തന്മതിര്യയാ. ഹരിർദേഹഭൃതാം ആത്മാ സ്വയം പ്രകൃതിരീശ്വരഃ. തൽപാദമൂലം ശരണം യതഃ ക്ഷേമോ നൃണാമിവ. സ വൈ പ്രിയതമശ്ചാത്മാ യതോ ന ഭയമണ്വപി ഇതി വേദ സ വൈ വിദ്വാൻ യോ വിദ്വാൻ സ ഗുരുർഹരി. നാരദ ഉവാച പ്രശ്ന ഏവം ഹി സംഛിന്നോ ഭവതഃ പുരുഷർഷഭ അത്ര മേ വദതോ ഗുഹ്യം നിശാമയസു നിശ്ചിതം. ക്ഷുദ്രഞ്ജരം സുമനസാം ശരണേ മിഥിത്വാ രക്തം ഷഡാംഘ്രി ഗണസാമസുലുബ്ധകർണം അഗ്രേ വൃകാന അസുതൃപോ വിഗണയ്യ യാന്തം പൃഷ്ഠേ മൃഗം മൃഗയ ലുബ്ധഗബാണഭിന്നം. സത്വം വിചക്ഷ്യ മൃഗചേഷ്ടിതമാത്മനോ ഉന്ദശ്ചിത്തം നിയച്ഛ ഹൃദി കർണധുനിം ചിത്തേ ജഹ്യംഗനാശ്രമ അസത്തമയൂഥഗാഥം പ്രീണീഹി ഹംസശരണം വിരമക്രമേണ. രാജോവാച ശ്രുതമന്വീക്ഷിതം ബ്രഹ്മൻ ഭഗവാൻ യദഭാഷത നൈതജ്ജാനന്ത്യുപാധ്യായാഃ കിം ന ബ്രൂയുർവിദുര്യതി.
സംശയോത്ര തുമേ പിപ്ര സംഛിന്നസ്ഥൽകൃതോ മഹാൻ ഋഷയോപിഹ മുഹ്യന്തി യത്ര നേന്ദ്രിയവൃത്തയഃ കർമാണ്യാരഭതേ യേന പുമാനിഹ വികായതം അമുത്രാന്യേന ദേഹേന ജുഷ്ടാനി സേദശ്നുതേ ഇതി വേദവിദാം വാദഃ ശ്രൂയതേ തത്ര തത്ര കർമ്മ യൽ ക്രിയതേ പ്രോക്തം പരോക്ഷം ന പ്രകാശതേ. നാരദ ഉവാച യേനൈവാരഭതേ കർമ്മ തേനൈവാമുത്ര തൽപുമാൻ ഭുങ്ക്തേ ഹ്യവ്യവധാനേന ലിംഗേന മനസാ സ്വയം ശയാനാമിമമുത്സൃജ്യ ശ്വസന്തം പുരുഷോ യഥാ കർമ്മമന്യാഹിതം ഭുങ്ക്തേ താദൃശേനേതരേണ വാ മമൈതേ മനസാ യദ്യദസാവഹമിതി ബ്രുവൻ ഗൃഹീയാത് തൽപുമാൻ രാദ്ധം കർമ്മയേന പുനർഭവഃ യഥാനുമീയതേ ചിത്തമുഭയൈരിന്ദ്രിയൈഃ തൈഃ ഏവം പ്രാഗ്ദേഹജം കർമ്മ ലക്ഷ്യതേ ചിത്തവൃത്തിഭിഃ നാനുഭൂതം ക്വചാനേനാദേഹേനാ ദൃഷ്ടമശ്രുതം കദാചിതുപലഭ്യേത യദ്രൂപം യാദൃഗാത്മനി തേനാസ്യ താദൃശം രാജൻ ലിംഗിനോ ദേഹസംഭവം ശ്രദ്ധസ്വാനനുഭൂതോർത്ഥോ ന മനഃ സ്പൃഷ്ടുമർഹതി മനയേവ മനുഷ്യസ്യ പൂർവരൂപാണി ശംസതി ഭവിഷ്യതശ്ച ഭദ്രം തേ തഥൈവ ന ഭവിഷ്യതഃ അദൃഷ്ടമശ്രുതം ജാത്ര ക്വചിന്മനസി ദൃശ്യതേ യഥാ തഥാനുമന്തവ്യം ദേശകാലക്രിയാശ്രയം. അടുത്ത ശ്ലോകമാണ് എടുക്കാനുള്ളത്. സർവേ ക്രമാനുരോധേന മനസിന്ദ്രിയഗോചരാഃ ആയാന്തി വർഗശോ യാന്തി സർവേ സമനസോ ജനാഃ. സർവേ ക്രമാനുരോധേന മനസീന്ദ്രിയഗോചരാഃ ആയാന്തി വർഗശോ യാന്തി സർവേ സമനസോ ജനാഃ. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും ആ മനസ്സ് എന്നത് ഒന്നുള്ളവരാണ്. സർവേ ക്രമാനുരോധേന മനസിന്ദ്രിയ ഗോചര, ആ ഇന്ദ്രിയങ്ങൾക്ക് ആ വിഷയീഭവിക്കുന്നവ സർവ്വതും ആ മനസ്സിൽ ക്രമപ്രകാരം വന്നു ചേരുന്നു. അങ്ങനെ സംഘത്തോടെ മടങ്ങിപ്പോവുകയും ചെയ്യണം. ആയാന്തി വർഗശോ യാന്തി സർവേ സമനസോ ജനാഃ. സർവേ ജനാഃ എല്ലാ ജീവജാലങ്ങളും സമനസഃ മനസ്സ് എന്ന് ഒന്നുള്ളവരാണ്. ഇന്ദ്രിയഗോചരാഃ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്നവ സർവേ സർവതും മനസ്സിൽ ക്രമാനുരോധേന ആ ക്രമപ്രകാരം ആയാന്തി വന്നുചേരുന്നു. വർഗശഃ സംഘത്തോടെ യാന്തി മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. സർവേ ക്രമാനുരോധേന മനസിന്ദ്രിയഗോചരാഃ ആയാന്തി വർഗശോ യാന്തി സർവേ സമനസോ ജനാഃ. ഇതിനു മുമ്പത്തെ ഇതിൽ പറഞ്ഞു, മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഒരിക്കലും ഈ ദേഹം കൊണ്ട് അനുഭവിച്ചിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ വസ്തുക്കളുടെ സ്വഭാവം സ്വപ്നം കൊണ്ട് അനുഭവപ്പെടാം. തീരെ അനുഭവിച്ചിട്ടില്ലാത്തത് മനസ്സിനെ സ്പർശിക്കുകയില്ല. അതിനാൽ ആ സ്വപ്നത്തിലൂടെ പുതുതായിട്ട് അനുഭവവേദ്യമാകുന്നത് ആ പൂർവ്വജന്മത്തിൽ ലിംഗദേഹം നേരിട്ട് അറിഞ്ഞിട്ടുള്ളത് മാത്രമാണ്. പൂർവ്വജന്മത്തിൻ്റെ സ്വഭാവം മനസ്ഥിതി കൊണ്ടാണെന്ന് അറിയേണ്ടതാണ്. മനസ്ഥിതി കൊണ്ടാണ് ആ പൂർവ്വജന്മത്തിൻ്റെ സ്വഭാവം അറിയേണ്ടത്. ഭാവിയിൽ ഉത്കർഷമോ അധപ്പതനമോ എന്നും മനസ്സ് തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഒരാളുടെ മനോഭാവത്തിൽ നിന്ന് അയാൾ പൂർവ്വജന്മത്തിൽ ഏതു തരക്കാരനായിരുന്നുവെന്നും പുനർജന്മത്തിൽ എപ്രകാരത്തിലിരിക്കുമെന്നും പ്രവചിക്കാം എന്ന് ശ്രീധരാചാര്യ സ്വാമികൾ പറയുന്നുണ്ട്. മനയേവ ഔദാര്യ കാർപ്പണ്യാദി വൃത്തിഭിഃ പൂർവമപ്യേവമേവാസിയിൽ പശ്ചാദപ്യേവമേവ ഭവിഷ്യതീതി ജ്ഞാപയതീത്യർത്ഥഃ. അപ്പോൾ കാണാത്തതിനെയും കേൾക്കാത്തതിനെയും മറ്റും പറ്റിയുള്ള അറിവ് മനസ്സിൽ ഉദിക്കാറുണ്ടല്ലോ, അവയെല്ലാം ദേശം, കാലം, കർമ്മം എന്നിവയനുസരിച്ച് പൂർവ്വജന്മാനുഭവങ്ങൾ തന്നെ എന്ന് അയവിറക്കുകയാണ്. ഇതും സ്വപ്നാവസ്ഥയായിട്ടാണ് ആ ശ്രീധരാചാര്യനും മറ്റും വ്യാഖ്യാനിക്കുന്നത്. പർവ്വതത്തിന് മുകളിലൂടെ സമുദ്രം പ്രവഹിക്കുന്നതായിട്ടും പകൽ സമയത്ത് നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായിട്ടും
സ്വശിരച്ഛേദം പോലും സംഭവിച്ചതായിട്ടും സ്വപ്നം കാണാറുണ്ട്. ഇവയെല്ലാം അവ്യക്തങ്ങളും നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റാത്തതുമായ പൂർവ്വജന്മത്തിലെ അനുഭവങ്ങളാണ്. ഒരു ജന്മത്തിൽ ഒരു പർവ്വതത്തിന്മേൽ വലിയ ഒരു ജലാശയം കണ്ടിരിക്കാം. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് നക്ഷത്രങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പിന്നെ ഒരു ജന്മാന്ത്യത്തിൽ ശത്രുവിൻ്റെ കയ്യാൽ ശിരച്ഛേദം സംഭവിച്ചിട്ടുണ്ടാകാം. ഇവയുടെ അവ്യക്ത ചിത്രങ്ങളാണ് ആ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ലിംഗശരീരവുമായിട്ട് ഏതെങ്കിലും പ്രകാരത്തിൽ ബന്ധപ്പെടാത്ത യാതൊന്നും മനസ്സിൽ ഉദിക്കുകയില്ല. സ്വപ്നാനുഭവങ്ങളിലൂടെയുള്ള ആ പൂർവ്വജന്മ സ്മരണയാണ് ഇവിടെ നാരദൻ വിവരിക്കുന്നത്. ജാഗ്രത അവസ്ഥയിൽ തന്നെ അതുണ്ടെന്നാണ് മഹാഭാരതം ശാന്തിപർവത്തിൽ മോക്ഷധർമ്മപർവത്തിൻ്റെ ആമുഖത്തിൽ ആ നീലകണ്ഠ ആചാര്യർ സ്വാമികൾ പറയുന്നത്. പ്രകരണം വളരെ ദീർഘമാണ്. അതിനാൽ 1-2 ഉദാഹരണങ്ങൾ മാത്രം ഉദ്ധരിക്കാം. സദ്യോജാതസ്യ ഗോവത്സസ്യ സ്തനപാനേ പ്രവൃത്തി ഏവം മരണാൽ ത്രാസോപി പ്രാചീനമരണജ ദുഃഖാനുഭവ ഇത്യാദി. ജനിച്ച ഉടനെ ആ പൈക്കുട്ടി തള്ളയുടെ മുല കുടിക്കുന്നതും നമുക്കുള്ള മരണഭയവും മറ്റും പൂർവ്വജന്മസ്മരണ കൊണ്ടാണ് നമുക്കുണ്ടായിത്തീരണതെന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് അടുത്ത ശ്ലോകം സർവേ ക്രമാനുരോധേന, ആ എല്ലാ ജീവജാലങ്ങളും മനസ്സിന്ദ്രിയ ഗോചര, മനസ്സ് എന്നുള്ള ഉള്ള ആൾക്കാരാണ്. അപ്പോൾ സർവേ ക്രമാനുരോധേന മനസ്സിന്ദ്രിയ ഗോചര ആയാന്തി വർഗശോ യാന്തി സർവേ സമനസോ ജനാഹ. ആ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്നവ സർവ്വതും മനസ്സിൽ ക്രമപ്രകാരം വന്നു ചേരണു. ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്നതെല്ലാം ആ മനസ്സിൽ ക്രമേണ വന്നു ചേരണു. അങ്ങനെ അത് സംഘത്തോടെ വന്ന് മടങ്ങിപ്പോവുകയും ചെയ്യണു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പദങ്ങൾ സർവേ ജനാഹ, എല്ലാ ജീവജാലങ്ങളും, സമനസഹ മനസ്സ് എന്നൊന്നുള്ളവരാണ്, ഇന്ദ്രിയഗോചരാഹ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്നവ, സർവേ സർവ്വതും, മനസ്സിൽ ക്രമാനുരോധേന ക്രമപ്രകാരം ആയാന്തി വന്നു ചേരുന്നു, വർഗശഃ സംഘത്തോടെ തന്നെ യാന്തി മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ സർവേ ജനാഹ എല്ലാ ജീവജാലങ്ങളും, സമനസഃ മനസ്സ് എന്നൊന്നുള്ളവരാണ്, ഇന്ദ്രിയഗോചരാഹ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്നവ, സർവേ സർവ്വതും, മനസ്സിൽ ക്രമാനുരോധേന ക്രമപ്രകാരം ആയാന്തി വന്നു ചേരുന്നു, വർഗശഃ സംഘത്തോടെ യാന്തി മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ സർവേ ജനാഹ സമനസഃ ഇന്ദ്രിയഗോചരാഹ സർവേ മനസി ക്രമാനുരോധേന ആയാന്തി വർഗശഃ യാന്തി എന്നും കൂടി പറയാം. സർവേ ജനാഹ സമനസഃ ഇന്ദ്രിയഗോചരാഹ സർവേ മനസി ക്രമാനുരോധേന ആയാന്തി വർഗശഃ യാന്തി. എല്ലാ ജീവജാലങ്ങളും മനസ്സ് എന്ന് ഉള്ളവരാണ്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്നവ സർവ്വതും ആ മനസ്സിൽ ക്രമപ്രകാരം വന്നു ചേരുന്നതാണ്. അതൊക്കെ വന്ന പോലെ തന്നെ സംഘത്തോടെ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. എല്ലാ വിഷയങ്ങളും ക്രമപ്രകാരം മനസ്സിൽ കാണുകയും കേൾക്കുകയും മറ്റും ചെയ്യപ്പെടുന്നു. സംഘമായിട്ട് ആവക കാര്യങ്ങൾ വരുന്നു പോകുന്നു. മനസ്സ് എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പോൾ അനേകം ആ സംഭവങ്ങളെ കൂട്ടമായിട്ട് വരുമ്പോൾ അവയെ വിവേചനപൂർവ്വം ദർശിക്കാൻ കഴിയില്ല. എല്ലാം അവ്യക്തമായിരിക്കും. അപ്പോൾ അസംഭാവ്യമായി തോന്നാം. ഇതാണ് സ്വപ്നത്തിലെ ആ അനുഭവങ്ങൾക്ക് അവലംബം. ഇവിടെ എല്ലാ ഇന്ദ്രിയ ഗോചരങ്ങളും ക്രമത്തിൽ മനസ്സിൽ കൂട്ടമായി വരികയും പോവുകയും ചെയ്യണു. എല്ലാവരും മനസ്സുള്ളവരും ആകുന്നു. എല്ലാവർക്കും ഈ മാതിരി അനുഭവം ഉണ്ടാകുമെന്ന് നിയമമുണ്ടോ എന്ന് ശങ്കിക്കേണ്ട. ഇത് സാധാരണ നിയമം തന്നെ. എന്തുകൊണ്ടെന്നാൽ എല്ലാ ജനങ്ങളും മനസ്സ് എന്ന തത്വത്തോടു കൂടിയവർ തന്നെ. അവരെല്ലാവരുടെയും ആ പുണ്യപാപകർമ്മങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ആ ശുഭാശുഭവാസനകൾ മനസ്സിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ആ ക്രമത്തെ അനുസരിച്ച് സുഖങ്ങളോ ദുഃഖങ്ങളോ അവരുടെ മനസ്സിൽ സ്ഫുരിക്കും, ഓർമ്മയിൽ വരും, മറയുകയും ചെയ്യും.
മറക്കും. അങ്ങനെ ശുഭകർമ്മങ്ങളുടെ സ്ഫുരണം സുഖരൂപമായും അശുഭകർമ്മങ്ങളുടെ സ്ഫുരണം ദുഃഖരൂപമായും അനുഭവപ്പെടുന്നു. ഇത് സർവ്വസാധാരണം ആണ്. ആ സുഖദുഃഖാത്മകമായിരിക്കുന്ന ഈ ലോകം വാസ്തവത്തിൽ അവസ്തുവാകുന്നുവെങ്കിലും സത്വഗുണപ്രധാനമായും അതുനിമിത്തം ഭഗവാന്റെ സമീപത്തിലിരിക്കുന്നതുമായ മനസ്സിൽ ചന്ദ്രനിൽ രാഹു എന്ന പോലെ പ്രതിബിംബരൂപേണ വിളങ്ങുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ടാവും അത്. ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ് പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിലെ സർവേ ഇന്ദ്രിയഗോചരാഹ, എല്ലാ ഇന്ദ്രിയഗോചരങ്ങളായിട്ടുള്ളവയും ക്രമാനുരോധേന മനസ്യായാന്തി, ക്രമപ്രകാരം ആ മനസ്സിൽ വരികയും ചെയ്യുന്നു, അത് പോവുകയും ചെയ്യുന്നു. ആയാന്തി യാന്തിച്ച, വരികയും പോവുകയും ചെയ്യണം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. സർവേ ഇന്ദ്രിയഗോചരാഹ, ഇന്ദ്രിയഗോചരങ്ങളായിട്ടുള്ള സർവ്വതും ക്രമാനുരോധേന, ക്രമപ്രകാരം മനസ്സിൽ ആയാന്തി, വരികയും യാന്തി, പോവുകയും ചെയ്യണം. അപ്പോൾ സർവേ ഇന്ദ്രിയഗോചരാഹ ക്രമാനുരോധേന മനസ്യായാന്തി യാന്തിച്ച ഉള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. ഒന്നുകൂടി വായിക്കാം. സർവേ ഇന്ദ്രിയഗോചരാഹ ക്രമാനുരോധേന മനസ്യായാന്തി യാന്തിച്ച എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. നാഹം മമേതി, അടുത്ത ശ്ലോകം 69. സത്വൈക നിഷ്ഠേ മനസി ഭഗവത് പാർശ്വവർത്തിനി തമശ്ചന്ദ്രമസീവേദം ഉപരജ്യാവഭാസത്തെ. സത്വൈക നിഷ്ഠേ മനസി, സത്വബുദ്ധിയുള്ള മനസ്സിൽ ഭഗവത് പാർശ്വവർത്തിനി, ഇത് ഭഗവാന്റെ സമീപത്ത് വർത്തിക്കുന്നതാണ്. അവിടെയുള്ളവർക്ക് തമശ്ചന്ദ്രമസീവേദം, ആ മനസ്സിൽ ആ ചന്ദ്രമണ്ഡലത്തിൽ സ്പർശിച്ചിരിക്കുന്ന തമസ്, ആ രാഹു, തമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. തമശ്ചന്ദ്രമസീവേദം ഉപരജ്യാവഭാസതേ, രാഹുവിനെ പോലെ ഈ വിശ്വമാകമാനം ആ തെളിഞ്ഞ് അത് ശോഭിക്കുന്നു എന്നർത്ഥം. അപ്പോൾ സത്വൈക നിഷ്ഠേ മനസി ഭഗവത് പാർശ്വവർത്തിനി തമശ്ചന്ദ്രമസീവേദം ഉപരജ്യാവഭാസതേ. ഭഗവത് പാർശ്വവർത്തിനി, ഭഗവാന്റെ സമീപത്ത് വർത്തിക്കുന്ന സത്വൈക നിഷ്ഠേ, സാത്വികം എന്നതിൽ മാത്രം അധിഷ്ഠിതമായിരിക്കുന്ന മനസ്സി, ആ മനസ്സിൽ ചന്ദ്രമസി, ചന്ദ്രമണ്ഡലത്തിൽ സ്പർശിച്ച തമഹ ഇവ, രാഹുവെ പോലെ ഇതം, ഈ വിശ്വമാകമാനം ഉപരജ്യ, തെളിഞ്ഞ് അവഭാസതേ, ശോഭിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഭഗവത് പാർശ്വവർത്തിനി, ഭഗവാന്റെ സമീപത്ത് വർത്തിക്കുന്ന സത്വൈക നിഷ്ഠേ, സാത്വികം എന്നതിൽ മാത്രം അധിഷ്ഠിതമായിരിക്കുന്ന മനസ്സി, മനസ്സിൽ ചന്ദ്രമസി, ചന്ദ്രമണ്ഡലത്തിൽ സ്പർശിച്ച തമഹ ഇവ, രാഹുവിനെ പോലെ ഇതം, ഈ വിശ്വമാകമാനം ഉപരജ്യ, തെളിഞ്ഞ് അവഭാസതേ, ശോഭിക്കുന്നു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് ഭഗവത് പാർശ്വവർത്തിനി സത്വൈക നിഷ്ഠേ മനസി, സത്വൈക നിഷ്ഠേ മനസി ചന്ദ്രമസി തമഹ ഇവ ഇതം ഉപരജ്യ, ഇതം ഉപരജ്യ അവഭാസത്തെ. ഒന്നുകൂടി പറയാം. ഭഗവത് പാർശ്വവർത്തിനി സത്വൈക നിഷ്ഠേ മനസി, സത്വൈക നിഷ്ഠേ മനസി ചന്ദ്രമസി തമഹ ഇവ ഇതം ഉപരജ്യ അവഭാസത്തെ. ഭഗവത് പാർശ്വവർത്തിനി മനസി, ഭഗവത് പാർശ്വവർത്തിനി സത്വൈക നിഷ്ഠേ മനസി ചന്ദ്രമസി തമഹ ഇവ ഇതം ഉപരജ്യ അവഭാസത്തെ. ആ ഭഗവാന്റെ സമീപത്ത് വർത്തിക്കണ ആ സാത്വികം എന്നതിൽ മാത്രം അധിഷ്ഠിതമായിരിക്കുന്ന മനസ്സിൽ ആ ചന്ദ്രമണ്ഡലത്തിൽ സ്പർശിച്ച രാഹുവെ പോലെ ഈ വിശ്വമാകമാനം തെളിഞ്ഞ് ശോഭിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഭഗവാങ്കൽ ആ
പതിഞ്ഞ് ആ സാത്വിക സ്വഭാവം മാത്രമായി തീർന്ന മനസ്സിൽ ഈ പ്രപഞ്ചം മുഴുവൻ പൂർണ്ണമായിട്ട് ശോഭിക്കുന്നു. അപ്പോൾ ഭഗവത് ധ്യാനനിരതവും അതിസാത്വികവുമായിരിക്കുന്ന മനസ്സിൽ ചന്ദ്രനിൽ തമോരൂപമായിരിക്കുന്ന രാഹു എന്നോണം ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നിച്ച് ബന്ധപ്പെട്ട് പ്രകാശിക്കുന്നു അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. രാഹു കാണാൻ കഴിയുന്ന ഒരു ഗ്രഹം അല്ല. ഇപ്പോൾ ചന്ദ്രനിൽ പ്രതിഫലിക്കുമ്പോൾ അതിനെ കാണാം. അതുപോലെ പരമാർത്ഥിക സത്തയില്ലാത്തതായിരിക്കുന്ന ലോകം, ആ പരമാർത്ഥിക സത്താസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ സമീപത്തിലിരിക്കുന്ന മനസ്സിൽ ചന്ദ്രനിൽ രാഹു എന്ന പോലെ അതിനെ പ്രതിബിംബിച്ചിട്ട് വിളങ്ങുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുക. മനസ്സി സത്വൈകനിഷ്ഠേ, മനസ്സ് സത്വൈകനിഷ്ഠം ആയിരിക്കുമ്പോൾ സതി അവിടെ വിശ്വമിതം, ഈ വിശ്വം സംയോഗമിവ പ്രാപ്യ ഭാസതേ, ആ ഭഗവാനുമായിട്ട് ചേർന്നിട്ട് വളരെ വ്യക്തമായിട്ട് പ്രകാശിക്കുന്നു. പ്രാപ്യ ഭാസതേ മനസ്സി സത്വേകനിഷ്ഠേ സതി, സാത്വിക ബുദ്ധിയുള്ള മനസ്സിൽ ഈ വിശ്വം ഇതിൻ്റെ ഭഗവാനുമായിട്ടുള്ള സംയോഗം പോലെ അതിനെ പ്രാപ്യ അത് അവഭാസതേ, ഭഗവാനുമായിട്ട് ചേർന്നിട്ട് അത് വ്യക്തമായിട്ട് അതോടെ പ്രകാശിക്കുന്നു അർത്ഥം. മനസ്സി സത്വേകനിഷ്ഠേ സതി വിശ്വമിതം സംയോഗമിവ പ്രാപ്യ ഭാസത്തെ ആണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാഹം മമേതി ഭാവോയം പുരുഷേ വ്യവധീയത്തെ യാവത് ബുദ്ധിമനോക്ഷാർത്ഥ ഗുണവ്യൂഹോ ഹ്യനാദിമാൻ. നാഹം മമേതി ഭവോയം പുരുഷേ വ്യവധീയത്തെ താവത് ബുദ്ധിമനോക്ഷാർത്ഥ ഗുണവ്യൂഹോ ഹ്യനാദിമാൻ. അപ്പോൾ അനാദിയായിട്ടുള്ള ബുദ്ധിമന അർത്ഥഗുണ വ്യൂഹ, ബുദ്ധിമനോക്ഷാർത്ഥഗുണവ്യൂഹോ എന്ന് പറയുന്നത് ബുദ്ധിമന അർത്ഥഗുണ വ്യൂഹ. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാർത്ഥങ്ങൾ ഇവയുടെ ആ സംഘം, ഇവയുടെ സംഘാതം ആയത് യാവത്, അത് ഉള്ളിടത്തോളം കാലം, ഇതൊക്കെ ചേർന്നിട്ടുള്ളിടത്തോളം കാലം ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അർത്ഥങ്ങൾ, ഇന്ദ്രിയാർത്ഥങ്ങൾ ഇവയുടെ സംഘാതം ഉള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ എന്ന ആ ഭാവം, ഞാൻ എൻ്റെ എന്ന അഹം മമ അയം ഭാവ, ഞാൻ എൻ്റെ എന്ന ഈ മനോഭാവം ജീവാത്മാവിൽ നിന്ന് വിട്ടകലുകയില്ല. ഇങ്ങനെയുള്ള ആ മനസ്സിലെ ആ അഹം മമേതി ആ ഭാവം ഒരിക്കലും വിട്ടകലുന്നില്ല എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മനസ്സിൽ നാഹം മമേതി ഭാവോയം പുരുഷേ വ്യവധീയതേ യാവത് ബുദ്ധി മനോക്ഷാർത്ഥ ഗുണവ്യൂഹോ ഹ്യനാദിമാൻ. അനാദിയായിരിക്കുന്ന ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയവൃത്തി ഇവയൊക്കെ ഉള്ളിടത്തോളം കാലം ആ ജീവാത്മാവിൽ ജീവാത്മാവിൽ ഈ മനോഭാവം, ഏത് മനോഭാവം? അഹം മമ, ഞാൻ എന്നും എൻ്റേത് എന്നും, മമ ഇതി എൻ്റേതെന്നുമുള്ള ഈ മനോഭാവം ആ ജീവാത്മാവിൽ നവ്യവധീയതേ വിട്ടകലുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിലത്തെ പദങ്ങൾ നോക്കാം. അനാദിമാൻ, അനാദിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാദിയായിട്ടുള്ള ബുദ്ധി, മന, അർത്ഥഗുണ വ്യൂഹ, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാർത്ഥങ്ങൾ ഇവയുടെ സംഘാതം ആയത് യാവത് ഹി ഉള്ളിടത്തോളം കാലം അഹം മമ ഞാൻ എൻ്റെ ഇതി എന്ന അയം ഭാവ ഈ മനോഭാവം പുരുഷേ ആ ജീവാത്മാവിൽ നിന്ന് ന വ്യവധീയതയെ അകലുകയില്ല. എന്നുകൂടി പറയാം. അനാദിമാൻ അനാദിയായിട്ടുള്ള ബുദ്ധി, മന, അർത്ഥഗുണ വ്യൂഹ, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാർത്ഥങ്ങൾ ഇവയുടെ ആ സംഘാതം ആയത് യാവത് ഹി ഉള്ളിടത്തോളം കാലം
അഹം മമ ഞാൻ എൻ്റെ ഇതി എന്ന അയം ഭാവ ഈ മനോഭാവം പുരുഷേ ആ ജീവാത്മാവിൽ നിന്ന് ന വ്യവധീയതേ അകലുകയില്ല. അതിൽ തന്വയം അനാദിമാൻ ബുദ്ധിമന അക്ഷാർത്ഥഗുണ വ്യൂഹ യാവത് ഹി അഹം മമ ഇതി അയം ഭാവ പുരുഷേ ന വ്യവധീയതേ. എന്നുകൂടി പറയാം. അനാദിമാൻ ബുദ്ധിമന അക്ഷാർത്ഥ ഗുണവ്യൂഹ യാവത് ഹി അഹം മമ ഇതി അയം ഭാവ പുരുഷേ ന വ്യവധീയതേ. അനാദിയായുള്ള ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാർത്ഥങ്ങൾ ഇവയുടെ ആ സംഘാതം ആയത് ഉള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ എന്ന ഈ മനോഭാവം ജീവാത്മാവിൽ നിന്നും ഒട്ടും അകലുകയില്ല. അപ്പോൾ ഭഗവാങ്കൽ പതിഞ്ഞ് സാത്വികഭാവം മാത്രമായി തീർന്നിരിക്കുന്ന മനസ്സിൽ ഈ പ്രപഞ്ചം മുഴുവനും പൂർണ്ണമായി ശോഭിക്കുന്നു. സാധാരണഗതിയിൽ ആ നിഴൽ രൂപത്തിലുള്ള രാഹു എന്ന ഗ്രഹം അദൃശ്യമാണ്. എന്നാൽ ചന്ദ്രനിൽ ഗ്രഹണ സമയത്ത് ആ രാഹുവെ കാണാൻ സാധിക്കുന്നത് പോലെയാണ് ആ സാത്വിക മനസ്സിൽ ആ വിശ്വം പ്രകാശിക്കുന്നത്. അപ്പോൾ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ, ത്രിഗുണങ്ങൾ ഇത്യാദികളുടെ പരിണാമരൂപമായതും അനാദിയായതുമായിരിക്കുന്ന ഈ ലിംഗശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യരുടെ ഇടയിലുള്ള ആ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം നിലനിൽക്കാതിരിക്കുകയില്ല. ഏതുവരെ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ, ഗുണങ്ങൾ എന്നിവയുടെ ആ പരിണാമരൂപവും അനാദിയും ആയിരിക്കുന്ന ലിംഗദേഹരൂപം ഉണ്ടോ അതുവരെ ആ മനുഷ്യനിൽ ഞാനെന്നും എൻ്റേതുമുള്ള ശരീരബന്ധം തീരെ നശിക്കുകയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. നാഹം മമേതി ഭാവോയം പുരുഷേ വ്യവധീയതേ യാവത് ബുദ്ധിമനോക്ഷാർത്ഥം ഗുണവ്യൂഹോ ഹ്യനാദിമാൻ. ആ സ്ഥൂലദേഹം നശിച്ചാലും ആ ലിംഗ ശരീരത്തിന് നാശം ഇല്ലാത്തതുകൊണ്ടും കർത്താവായ ജീവന് മാറ്റമില്ലാത്തതുകൊണ്ടും സുഖദുഃഖരൂപമായിരിക്കുന്ന സംസാരം നിലനിൽക്കുന്നു എന്നാണ് ആ ഇതുവരെ പറഞ്ഞതിൽ അടങ്ങിയിട്ടുള്ള സാരം. ഇവിടെ ഒരു ശങ്കയുണ്ടാവാം. ലിംഗദേഹം ഉണ്ട് എന്നിരിക്കലും കർമ്മം ചെയ്യാൻ അധിഷ്ഠാനമായിരിക്കുന്ന സ്ഥൂലദേഹം വേണമല്ലോ. എപ്പോഴെങ്കിലും അതില്ലെന്ന് വന്നാൽ സംസൃതിക്ക് നാശം വന്നുകൂടെയോ എന്നാണ് ശങ്കാരൂപം. ഇതിന് സമാധാനം പറയുന്നു. സത്വാദി ഗുണരൂപങ്ങളുടെ കാര്യരൂപങ്ങളായിട്ടുള്ള കാണപ്പെടുന്ന ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ആകാശാദി സൂക്ഷ്മഭൂതങ്ങൾ എന്നിവയുടെ സമൂഹം അനാദിയാകുന്നു. ഇവയുടെ ആ സമ്മേളനത്തിൽ നിന്നും സംഭവിച്ചതായിരിക്കുന്ന ലിംഗദേഹം കാലത്തിൽ നിന്നു ഇവയുടെ സമ്മേളനത്തിൽ നിന്ന് സംഭവിച്ചതായിരിക്കുന്ന ലിംഗദേഹം ഏതു കാലം വരെ നിലനിൽക്കുന്നുവോ അത്ര കാലവും ആ പുരുഷന് ഞാനെന്നും എൻ്റേതുമുള്ള ഭാവം ആ ശരീരാധ്യാസത്തിൽ നശിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വ്യാഖ്യാനത്തിൽ മനസി സത്വൈകനിഷ്ഠേ സതി വിശ്വമിതം സംയോഗമിവ പ്രാപ്യ ഭാസതേ പറഞ്ഞു. ചന്ദ്രേ സംയോഗം പ്രാപ്ത രാഹുരിവ. ചന്ദ്രനിൽ ആ രാഹു, ചന്ദ്രഗ്രഹണ സമയത്ത് ആ രാഹുവിനെ കാണുന്നു ചന്ദ്രനിൽ. ആണ് ഇവിടെ ചന്ദ്രേ സംയോഗം, ചന്ദ്രനും രാഹുവുമായിട്ടുള്ള സംയോഗം പോലെ തന്നെയാണ് ഇത്. യാവത് എപ്രകാരം ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയം സമൂഹങ്ങൾ സ്ഥാവത് ഉണ്ടാവുന്നു. എത്ര കാലം ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയുടെ സമൂഹം ഉണ്ടാവുന്നുവോ താവത് അതുവരെ മമേതി ഭാവോ ജീവേ നച്ഛിന്നോ എൻ്റേത് ഞാൻ എന്ന ഭാവങ്ങളെ ജീവനിൽ അത് ഛിദ്രം ഛിന്നോ ഭവതി. ആ ജീവനിൽ ആ ഭാവം എപ്പോഴും ആ ജീവനെ നശിപ്പിക്കുന്നു. ഈ രണ്ട് ഭാവത്തിൽ ഈ അഹങ്കാര ഭാവം കൊണ്ട് ആ ജീവനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഭവിക്കണു. യാവത് ബുദ്ധിമന ഇന്ദ്രിയ സമൂഹസ്താവത് മമേതി ഭാവോ ജീവേന
ഛിന്നോ ഭവതി. ജീവനെ അത് ഛിന്നമാക്കുന്നു. ആ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയിട്ടുള്ള സമൂഹങ്ങൾ, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവങ്ങളെ കൊണ്ട് ജീവനെ ഛിന്നമാക്കുന്നു, അതിനെ നശിപ്പിക്കുന്നു എന്നർത്ഥം. അഹങ്കാരം ആ ലിംഗദേഹത്തെ നശിപ്പിക്കുന്നു, ജീവനെ നശിപ്പിക്കുന്നു എന്നർത്ഥം. യാവത് ബുദ്ധിമന ഇന്ദ്രിയ സമൂഹസ്ഥാവത് മമേതി ഭാവോ ജീവേന ഛിന്നോ ഭവതി. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. സുപ്തിമൂർച്ഛോപതാപേഷു പ്രാണായേന വിഘാതതഃ നേഹദേഹമിതി ജ്ഞാനം മൃത്യുപ്രജ്വാരയോരപി സുപ്തിമൂർച്ഛോപതാപേഷു പ്രാണായന വിഘാതതഃ നേഹദേഹമിതി ജ്ഞാനം മൃത്യുപ്രജ്വാരയോരപി. അപ്പോൾ ആ സുഖനിദ്ര, സുപ്തി, മോഹാലസ്യം, വിരഹദുഃഖം, സുഖനിദ്ര, മൂർച്ഛ, മോഹാലസ്യം, പിന്നെ വിരഹദുഃഖം, മൂർച്ഛോപതാപേഷു ആ വിരഹദുഃഖം, മൃത്യുപ്രജ്വാരയോ അപി മൃത്യു കലശലായിരിക്കുന്ന ജ്വരം കൊണ്ടുള്ള മൃത്യുപ്രജ്വാരയോ അപി മൃത്യു കലശലായിരിക്കുന്ന ജ്വരം കൊണ്ടുള്ള മൂർച്ഛ എന്നീ ഘട്ടങ്ങളിൽ പ്രാണായന വിഘാതതഃ ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന വൈകല്യത്താൽ അഹം ഇതി ഞാൻ എന്നുള്ള ജ്ഞാനം, വിചാരം ന ഈഹ തേ പ്രകാശിക്കുന്നില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? സുഖനിദ്ര, മോഹാലസ്യം, വിരഹദുഃഖം, മൃത്യു, കലശലായിരിക്കുന്ന ജ്വരം കൊണ്ടുള്ള മൂർച്ഛ എന്നീ ഘട്ടങ്ങളിൽ, ഈ ഘട്ടങ്ങളിലൊന്നും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന വൈകല്യത്താൽ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന വൈകല്യത്താൽ ഞാൻ എന്നുള്ള ആ വിചാരം പ്രകാശിക്കുന്നില്ല. അപ്പം ഇങ്ങനത്തെ സമയങ്ങളിലൊന്നും ഞാൻ എന്ന വികാരം അവിടെ പ്രകാശിക്കുന്നില്ല. എപ്പോഴൊക്കെ? സുഷുപ്തിയിൽ ഞാൻ ഉണ്ടാവില്ല. മോഹാലസ്യം വന്നാൽ ഞാൻ ഉണ്ടാവില്ല. വിരഹദുഃഖം വരുമ്പോഴും ഞാനില്ല, മറ്റയാൾ മാത്രമേ ഉള്ളൂ. മൃത്യു വന്നാലും അവിടെ ഞാനില്ല. കലശലായിരിക്കുന്ന ജ്വരം കൊണ്ടുള്ള മൂർച്ഛ, ആ പനി വന്നിട്ടുള്ള ആ മോഹാലസ്യം, അതിലും ഞാൻ എന്നുള്ള ആ ബോധം ഉണ്ടാവില്ല. വിഘാതതഃ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന വൈകല്യത്താൽ. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന വൈകല്യത്താൽ ആണ് അത് ഇല്ലാതെയാവണം. പ്രാണായന വിഘാതതഃ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന വൈകല്യത്താൽ ഞാൻ എന്നുള്ള ആ ജ്ഞാനം, വിചാരം അവിടെ പ്രകാശിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്തിമൂർച്ഛോപതാപേഷു സുഖനിദ്ര, മോഹാലസ്യം, വിരഹദുഃഖം, മൃത്യുപ്രജ്വാരയോ അപി മൃത്യു കലശലായിരിക്കുന്ന ജ്വരം കൊണ്ടുള്ള മൂർച്ഛ എന്നീ ആ ഘട്ടങ്ങളിൽ, അവസ്ഥകളിൽ പ്രാണായന വിഘാതതഃ ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന വൈകല്യത്താൽ, അപ്പോൾ ഉണ്ടാവുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന വിഷമങ്ങൾ കൊണ്ട് അഹം ഇതി ഞാൻ എന്നുള്ള ജ്ഞാനം, വിചാരം ന ഈഹ തേ പ്രകാശിക്കുന്നില്ല. എന്നുകൂടി പറയാം. സുപ്തിമൂർച്ഛോപതാപേഷു സുഖനിദ്ര, മോഹാലസ്യം, വിരഹദുഃഖം, മൃത്യുപ്രജ്വാരയോ അപി മൃത്യു കലശലായിരിക്കുന്ന ജ്വരം കൊണ്ടുള്ള മൂർച്ഛ എന്നീ ഘട്ടങ്ങളിൽ പ്രാണായന വിഘാതതഃ ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന വൈകല്യം കൊണ്ട് അഹം ഇതി ഞാൻ എന്നുള്ള ജ്ഞാനം, വിചാരം ന ഈഹത്തെ പ്രകാശിക്കുന്നില്ല. തന്വയം സുപ്തിമൂർച്ഛോപതാപേഷു മൃത്യുപ്രജ്വാരയോ അപി പ്രാണായന വിഘാതതഃ ഇതി ജ്ഞാനം ന ഈഹ തേ. ഒന്നുകൂടി പറയാം. സുപ്തിമൂർച്ഛോപതാപേഷു മൃത്യുപ്രജ്വാരയോ അപി
പ്രാണായന വിഘാതതഃ അഹം ഇതി ജ്ഞാനം ന ഈഹ. സുഖനിദ്രാമോഹാലസ്യം വിരഹദുഃഖം, മൃത്യു, കലശലായിരിക്കുന്ന ജ്വരം കൊണ്ടുള്ള മൂർച്ഛ എന്നീ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന വൈകല്യങ്ങളാൽ, എന്നീ ഘട്ടങ്ങളിൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന വൈകല്യത്താൽ ഞാൻ എന്നുള്ള ജ്ഞാനം, വിചാരം അവിടെ പ്രകാശിക്കാറില്ല. സുഷുപ്തി അഥവാ ഉറക്കം, മോഹാലസ്യം, ഇഷ്ടവിയോഗം, മൃത്യു, കഠിനജ്വരം ഇത്യാദികളിൽ ഇന്ദ്രിയങ്ങളുടെ ശാന്തിക്ഷയം ഹേതുവായിട്ട് ഞാൻ എന്ന ബോധം പ്രകടമാകുന്നില്ലെന്ന് മാത്രം. ജ്വരം മൂർച്ഛിച്ചാൽ തൻ്റെ ഇടം നശിക്കും. പിംഗളോപനിഷത്തിൽ പറയുന്നുണ്ട്, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, മൂർച്ഛ, മരണം എന്നിങ്ങനെ അവസ്ഥകൾ 5. അവയിലെ ആ മൂർച്ഛ, മരണം ഇവയാണ് ഈ ഭാഗവത ശ്ലോകത്തിൽ പറയുന്ന അഥ ജാഗ്രത് സ്വപ്ന സുഷുപ്തി മൂർച്ഛാ മരണാദ്യ അവസ്ഥാഃ പഞ്ച ഭവന്തി. അകസ്മാൻ മുദ്ഗര ദണ്ഡാദ്യൈസ്താഡിതവദ് ഭയാജ്ഞാനാഭ്യാസ് സ്വപ്ന സുഷുപ്തി മൂർച്ഛാവസ്ഥാനാം അന്യ ബ്രഹ്മാദിസ്തംഭ പര്യന്തം സർവ അകസ്മാത് മുദ്ഗരദണ്ഡാത് അകസ്മാൻ മുദ്ഗരദണ്ഡാദ്യൈസ്താഡിതവദ് ഭയാജ്ഞാനാഭ്യാം ഇന്ദ്രിയസംഘാതൈഃ കമ്പന്നിവ മൃതതുല്യാ മൂർച്ഛ ഭവതി. ജാഗ്രതഃ സ്വപ്ന സുഷുപ്തി മൂർച്ഛാവസ്ഥാനാമന്യ ബ്രഹ്മാദിസ്തംഭപര്യന്തഃ സർവജീവഭയപ്രദ സ്ഥൂലദേഹ വിസർജനീ മരണാവസ്ഥാ ഭവതി. മനസ്സിനോ ദേഹത്തിനോ പറ്റുന്ന ഒരാഘാതമാണ് മൂർച്ഛയ്ക്ക് കാരണം. ഇവ ഏതെല്ലാം പ്രകാരത്തിലാകാമെന്ന് ആ ഭാഗവതം പറയുന്നു. അതുപോലെ ബ്രഹ്മാവ് തൊട്ട് പുൽക്കൊടി വരെയുള്ള ജീവജാലങ്ങൾ ഭയപ്പെടുന്നതും സ്ഥൂലദേഹം വിട്ടുപിരിയുന്നതുമായിരിക്കുന്ന അവസ്ഥയാണ് മരണം. അപ്പോൾ ബ്രഹ്മാവിന് മൃത്യുഭയം ഉണ്ടെന്ന് ദുർവാസാവോടുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. സ്ഥാനം മദീയം വ്യക്തം, അന്തകന് പോലും മൃത്യുഭയം ഉള്ളതായിട്ട് ജാനാമ്യഹം, ശേവധിരിത്യനിത്യം എന്ന് കഠോപനിഷത്തിൽ വാക്യത്തിലും പറയുന്നുണ്ട്. ഉപതാപം എന്ന് പറഞ്ഞാൽ ഇഷ്ടവിയോഗാദി ദുഃഖം. ഇഷ്ടപ്പെട്ടവരുടെ വിയോഗം ഉണ്ടാകുമ്പോഴുള്ള ദുഃഖത്തിനാണ് വിരഹതാപം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സുപ്തിമൂർച്ഛോപതാപേഷു പ്രാണായനം വിഘാതതഃ നേഹദേഹമിതി ജ്ഞാനം മൃത്യുപ്രജ്വാരയോരപി. സുഷുപ്തി അഥവാ ഉറക്കം, മോഹാലസ്യം, ഇഷ്ടവിയോഗം, മൃത്യു, കഠിനജ്വരം ഇത്യാദികളിൽ ആ ഇന്ദ്രിയങ്ങളുടേതായിരിക്കുന്ന ആ ശക്തി വൈകല്യത്താൽ, ശക്തിക്ഷയം ഹേതുവായിട്ട് ഞാനെന്ന ബോധം ആ പ്രകാശം പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രം. ജ്വരം മൂർച്ഛിച്ചാൽ തൻ്റെ ഇടം നശിക്കും എന്നുള്ളതാണ് ആ ശ്ലോകത്തിന് അർത്ഥം വരുന്നത്. അപ്പോൾ ഗാഠനിദ്രാമോഹാലസ്യം, ഇഷ്ടവിയോഗ ദുഃഖം, മരണം, ജ്വരം എന്നീ ഘട്ടങ്ങളിൽ ഇന്ദ്രിയങ്ങളുടെ അശക്തിയാൽ ഞാനെന്നും എൻ്റേതുമെന്നുള്ള അഹങ്കാരം വ്യക്തമായിട്ടുണ്ടാവുന്നില്ല. അപ്പോൾ സുഷുപ്തി, മോഹാലസ്യം, ഇഷ്ടജനങ്ങളുടെ വിയോഗം നിമിത്തം ഉണ്ടാകുന്ന കഠോര ദുഃഖം, ആ കഠിനമായിരിക്കുന്ന ജ്വരം, മരണം എന്നീ അവസ്ഥകളിൽ ആ പ്രാണസ്ഥാനങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് വ്യാകുലത സംഭവിക്കുന്നത് നിമിത്തം ശരീരാദികളിൽ ഞാനെന്നും ധനാദികളിൽ എൻ്റേതും എന്നുമുള്ള അജ്ഞാനം പ്രകാശിക്കുന്നില്ല എന്ന് മാത്രം അല്ലാതെ ആ അജ്ഞാനകൃതമായിരിക്കുന്ന അധ്യാസം ആവക അവസ്ഥകളിൽ തീരെ നശിക്കുന്നില്ല, തീരെ നശിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ
വ്യാഖ്യാനത്തിൽ എന്താ അവിടെ പറഞ്ഞത് നോക്കാം. സുഷുപ്തി മൂർച്ഛോപതാപേ താപേഷ്വഹമിതി ജ്ഞാനം ന പ്രകാശത്തെ. ഇതന്നെ ഈ 3 അവസരങ്ങളിലും ഇങ്ങനെയുള്ള അവസരങ്ങളിലൊന്നും ആ അഹങ്കാരം അവിടെ അഹങ്കാരമായിരിക്കുന്ന ജ്ഞാനം അവിടെ പ്രകാശിക്കുന്നില്ല. സുഷുപ്തി, മൂർച്ഛ, ഉപതാപം ഇങ്ങനെയുള്ള അവസ്ഥകളിലൊന്നും അഹം ഇതി ഞാൻ എന്നുള്ള ജ്ഞാനം ന പ്രകാശത്തെ പ്രകാശിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. സുഷുപ്തി മൂർച്ഛോപതാപേ സുഷുപ്തി മൂർച്ഛോപതാപേ താപേഷ്വഹമിതി സുഷുപ്തി മൂർച്ഛോപതാപേഷ്വഹമിതി ജ്ഞാനം ന പ്രകാശത്തെ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം ഗർഭേ ഗർഭേ ബാല്യേപ്യപൗഷ്കല്യാദേകാദശവിധം തദാ ഏകാദശവിധം തദാ ലിംഗം ന ദൃശ്യത്തെ യൂനഃ കുഹ്വാം ചന്ദ്രമസോ യഥാ. ഗർഭേ ബാല്യേപ്യപൗഷ്കല്യാദേകാദശവിധം തദാ ലിംഗം ന ദൃശ്യത്തെ യൂനഃ ലിംഗം ന ദൃശ്യത്തെ യൂനഃ കുഹ്വാം ചന്ദ്രമസോ യഥാ. കുഹ്വാം എന്ന് പറഞ്ഞാൽ അമാവാസി നാളിൽ ചന്ദ്രൻ്റെ ബിംബം, ചന്ദ്രമസഹ അമാവാസി നാളിൽ ചന്ദ്രൻ്റെ ബിംബം കാണാത്തതുപോലെ യഥാ ഗർഭേ ആ ഗർഭാവസ്ഥ ബാല്യാവസ്ഥ ഇവയിൽ ഗർഭാവസ്ഥ ബാല്യാവസ്ഥ ഇവയിൽ അപ്പോൾ ആ 11 പ്രകാരത്തിൽ വർത്തിക്കുന്ന ആ ലിംഗശരീരം ആ യുവാവിനെന്ന പോലെ കാണപ്പെടുന്നില്ല. ആ ലിംഗശരീരം അവിടെ കാണപ്പെടുന്നില്ല. ഏതൊക്കെ അവസ്ഥയിൽ? ബാല്യാവസ്ഥയിലും ഗർഭാവസ്ഥയിലും ബാല്യാവസ്ഥയിലും ആ ലിംഗദേഹം ന ദൃശ്യത കാണപ്പെടുന്നില്ല എന്നുള്ള പറയുന്നത്. കുഹ്വാം അമാവാസി നാളിൽ ചന്ദ്രമസഹ അമാവാസി നാളിൽ ചന്ദ്രൻ്റെ ബിംബം കാണാത്തതുപോലെ ഗർഭേ ആ ഗർഭാവസ്ഥയിലെ ഈ ലിംഗശരീരം കാണുന്നില്ല. അതുപോലെ ബാല്യേ അപി ബാല്യാവസ്ഥ ഇവയിലും തഥാ അപ്പോൾ ഏകാദശവിധം 11 പ്രകാരത്തിൽ ആവർത്തിക്കുന്ന ലിംഗശരീരം യൂനഃ യുവാവിന് എന്ന പോലെ യുവാവിൽ അത് കാണപ്പെടും. ബാല്യാവസ്ഥയിലും ഗർഭാവസ്ഥയിലും കാണില്ല. ഗർഭാവസ്ഥയിലും ബാല്യാവസ്ഥയിലും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ശക്തി വളർച്ച പ്രാപിച്ചിട്ടില്ലായകയാൽ ആ അഹങ്കാരം ഉടലെടുക്കുന്നില്ല. 11 വിധം തന്നെ കാമം, ക്രോധം, മദം, മോഹം, ലോഭം, ദമ്പം, മാത്സര്യം, അതല്ല 11 വിധം 11 പ്രകാരത്തിൽ വർത്തിക്കുന്ന ലിംഗശരീരം. അതായത് പഞ്ചഭൗതികം പഞ്ചകർമ്മേന്ദ്രിയങ്ങളിൽ കൂടിയിട്ടും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടിയും മനസ്സിൽ കൂടിയും പ്രവർത്തിക്കുന്ന ആ ലിംഗദേഹം ആണ് 11 പ്രകാരത്തിൽ ബാല്യാവസ്ഥ വളർച്ച പ്രാപിച്ചിട്ടില്ലാക്കി ഇവിടെ പറയുന്നത് അമാവാസി നാളിൽ ചന്ദ്രൻ്റെ ബിംബം കാണാത്ത പോലെ ഗർഭാവസ്ഥയിലും ബാല്യവസ്ഥ ഇവയിലും ഏകാദശവിധം ആ 11 പ്രകാരത്തിൽ വർത്തിക്കുന്ന ഈ ജ്ഞാന ഇന്ദ്രിയങ്ങളിലൂടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും കൂടിയും മനസ്സിൽ കൂടിയും വർത്തിക്കുന്ന ആ ലിംഗശരീരം
യുവാവിന് എന്ന പോലെ അതിനെ കാണപ്പെടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. കുഹ്വാം അമാവാസി നാളിൽ ചന്ദ്രമസഹ ചന്ദ്രൻ്റെ ബിംബം, യഥാ കാണാത്തതുപോലെ, ഗർഭേ ഗർഭാവസ്ഥ, ബാല്യേ അപി ബാല്യാവസ്ഥായിവയിൽ, തഥാ അപ്പോൾ, ഏകാദശവിധം 11 പ്രകാരത്തിൽ, ലിംഗം വർത്തിക്കുന്ന ആ ലിംഗശരീരം, യൂനഹ യുവാവിനെന്ന പോലെ, ന ദൃശ്യതേ കാണപ്പെടുന്നില്ല. ഒന്നുകൂടി പറയാം. കുഹ്വാം അമാവാസി നാളിൽ ചന്ദ്രമസഹ ചന്ദ്രൻ്റെ ബിംബം, യഥാ കാണാത്തതുപോലെ, ഗർഭേ ഗർഭാവസ്ഥ, ബാല്യേ അപി ബാല്യാവസ്ഥായിവയിൽ, തഥാ അപ്പോൾ, ഏകാദശവിധം 11 പ്രകാരത്തിൽ ലിംഗം വർത്തിക്കുന്ന ലിംഗശരീരം, ആ യൂനഹ യുവാവിനെന്ന പോലെ, ന ദൃശ്യതേ കാണപ്പെടുന്നില്ല. അപ്പോൾ കുഹ്വാം ചന്ദ്രമസഹ യഥാ ഗർഭേ ബാല്യേ അപി തഥാ ഏകാദശവിധം ലിംഗം ലിംഗശരീരം യൂനഹ ന ദൃശ്യത്തെ. കുഹ്വാം ചന്ദ്രമസഹ യഥാ ഗർഭേ ബാല്യേ അപി തഥാ ഏകാദശവിധം ലിംഗം ലിംഗശരീരം യൂനഹ ന ദൃശ്യത്തെ. അമാവാസി നാളിൽ ചന്ദ്രൻ്റെ ബിംബം കാണാത്ത പോലെ ഗർഭാവസ്ഥ ബാല്യാവസ്ഥ ഇവയിൽ അപ്പോൾ ആ 11 തരത്തിൽ പ്രവർത്തിക്കുന്ന ആ ലിംഗശരീരം യുവാവിന് എന്ന പോലെ അവിടെ കാണപ്പെടുന്നില്ല. ഗർഭാവസ്ഥയിലും ബാല്യാവസ്ഥയിലും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ശക്തി വളർച്ച പ്രാപിച്ചിട്ടില്ലായകയാലാണ് അഹങ്കാരം ഉടലെടുക്കാത്തത്. ഇതിന് ദൃഷ്ടാന്തം അമാവാസി നാളിൽ ആ നാളിലത്തെ ചന്ദ്രൻ്റെ അവസ്ഥ. സ്ഥൂല ശരീരം നശിച്ചാൽ പോലും ആ വിഷയാസക്തി ഉപേക്ഷിക്കാത്തിടത്തോളം ആ ലിംഗശരീരത്തിന് സംസാരമോചനം ഇല്ല. സ്വപ്നത്തിലെ അയഥാർത്ഥ വസ്തു വിട്ടുപിരിയാത്ത പ്രകാരം ആണിത്. ഉണർന്നാലും കുറേ നേരം അത് നിലനിൽക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതിലത്തെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വന്നിട്ട്, കറുത്ത വാവിൻ നാളിൽ ചന്ദ്രൻ്റെ രൂപം എന്ന പോലെ ആ ഗർഭാശയത്തിലും ബാല്യത്തിലും ആ യുവാക്കൾക്ക് 11 ഇന്ദ്രിയങ്ങൾ കൊണ്ടും വ്യക്തമാകാവുന്ന ആ അഹങ്കാരം അവിടെ പ്രകടം ആവാറില്ല ഉള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗർഭത്തിലും ബാല്യത്തിലും ഇന്ദ്രിയങ്ങൾ അതിസൂക്ഷ്മങ്ങളായിരിക്കുകയാൽ യൗവനാവസ്ഥയിൽ എന്ന പോലെ അത് ഞാൻ കാണുന്നില്ല. യൗവനാവസ്ഥയിൽ എന്ന പോലെ ഞാൻ കാണുന്നു, കേൾക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന മട്ടിൽ ആ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ലക്ഷണം സ്പഷ്ടമായിട്ട് കാണപ്പെടുന്നില്ല. അധ്യാസമില്ലാത്തത് കൊണ്ടല്ല കാണപ്പെടാത്തത്, ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടതുപോലെയുള്ള അഭിവൃദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അത് വ്യക്തമാകാത്തത്. അസ്പഷ്ടമായിരിക്കുന്നത് ഉണ്ടെന്നിരിക്കലും പ്രകാശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ദൃഷ്ടാന്തമാണ് അമാവാസിയിൽ ചന്ദ്രൻ ഉണ്ടെന്നിരിക്കലും കലകളുടെ ആവരണം നിമിത്തം പുറമേ അത് കാണപ്പെടാത്തത് പോലെയാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട്, തരുണന്മാർക്ക് ഏകാദശേന്ദ്രിയൈ ആ 11 ഇന്ദ്രിയങ്ങളെ കൊണ്ടും സ്ഫുടം ലിംഗം സ്ഫുടമായിരിക്കുന്ന ലിംഗം എപ്രകാരമാണോ ദൃശ്യതേ തഥാ അപ്രകാരം ഗർഭേ ഗർഭത്തിലും ബാല്യത്തിലും പ്രാണായനാനാം അസമ്പൂർണത്വാത് ആ ബാല്യത്തിലും ആ ഞാൻ എന്ന അഹങ്കാരമായിരിക്കുന്ന ആ അവസ്ഥ ന ദൃശ്യത്തെ അതിനെ കാണപ്പെടുന്നില്ല. അത് സ്പഷ്ടമായിട്ട് ആ ജീവനിൽ കാണപ്പെടുന്നില്ല. ബാല്യാവസ്ഥയിലും അതുപോലെ ഗർഭാവസ്ഥയിലും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ആ അഭിവൃദ്ധി ഇല്ലാത്തത് കൊണ്ട്. തരുണന്മാർക്ക് അത് എപ്രകാരമാണോ അത് സ്പഷ്ടമാവുന്ന ആ വിധത്തിൽ ഈ 2 അവസ്ഥകളിലും കാണപ്പെടുന്നില്ല. തരുണസ്യ യഥൈകാദശേന്ദ്രിയൈ സ്ഫുടം ലിംഗം ഈ 11 ഇന്ദ്രിയങ്ങളെ കൊണ്ട് സ്ഫുടമാകുന്ന ആ ലിംഗം ആ ശരീരം ലിംഗശരീരം ദൃശ്യത്തെ അവർക്ക് കാണപ്പെടുന്നു. എന്നാൽ തഥാ അതുപോലെ ഗർഭത്തിലും ബാല്യത്തിലും പ്രാണായനാനാം അസമ്പൂർണത്വാത്
ആ ഇന്ദ്രിയങ്ങളുടെ ആ പ്രവർത്തനം അത് വേണ്ട വിധത്തിൽ അത് അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ലാത്തത് കൊണ്ട് അസമ്പൂർണം അപ്രകാരം അത് കാണുന്നു. യഥാമാവസ്യ എപ്രകാരം അമാവാസ്യായാം ചന്ദ്രമസൗ ചന്ദ്രൻ്റെ രൂപം കാണാത്തത്, അമാവാസിയിൽ ചന്ദ്രൻ്റെ സ്വരൂപം ചന്ദ്രബിംബം തെളിയുന്നില്ല. പൂർണിമയിലാണ് ചന്ദ്രബിംബം തെളിയുന്നത്. അപ്രകാരം അതവിടെ കാണപ്പെടുന്നില്ല. ഈ ബാല്യത്തിലും കൗമാരത്തിലും ബാല്യത്തിലും ആ ഗർഭാവസ്ഥയിലും ആ അഹം എന്നുള്ള അഹങ്കാര തത്വം അവിടെ പൂർണ്ണമായിട്ടും പ്രകാശിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തരുണസ്യ യഥൈകാദശേന്ദ്രിയൈ സ്ഫുടം ലിംഗം ദൃശ്യതേ തഥാ ഗർഭേ ബാല്യേവി പ്രാണായനാനാം അസമ്പൂർണത്വാത് ന ദൃശ്യതേ യഥാ അമാവാസ്യായാം ചന്ദ്രമസോ രൂപം എന്നുള്ളതാണ് ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, ആ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്നുള്ളത്. തരുണസ്യ യഥൈകാദശേന്ദ്രിയൈ സ്ഫുടം ലിംഗം ദൃശ്യതേ തഥാ ഗർഭേ ബാല്യേവി പ്രാണായനാനാം അസമ്പൂർണത്വാത് ദൃശ്യതേ യഥാ അമാവാസ്യായാം ചന്ദ്രമസോ രൂപം എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയണം. ബാക്കിയുള്ള ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.